ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്ലസ് ടു മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ലാബ് പ്രാക്ടിക്കൽസ് എങ്ങനെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ചെയ്താം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മുടെ മോഡൽ എക്സാമിന് വന്ന ചോദ്യമാണ് വാല്യൂ ഫംഗ്ഷൻസ്. വാല്യൂ ഫംഗ്ഷൻസിൽ ആദ്യമായിട്ട് അപ്ലറ്റ് കൺസ്ട്രക്റ്റാണ് വേണ്ടത്. 3 മാർക്കിൻ്റെ ചോദ്യമാണത്. അവിടെ ആദ്യമായിട്ട് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. ദെൻ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക, 3 പോയിന്റ്സ് വരയ്ക്കുക, എ ബി ബി സി ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കുക, ഇൻപുട്ട് ബോക്സുകൾ വരയ്ക്കുക. അപ്ലറ്റ് കൺസ്ട്രക്ഷനായിട്ട് ആദ്യമായിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ചെയ്യുന്നതിനായിട്ട് x⁻² എന്ന ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുന്നു. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ്. ദെൻ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. സ്ലൈഡറിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -10. -10 എന്ന് സെറ്റ് ചെയ്യുക. മാക്സിമം വാല്യൂ 10. ഇൻക്രിമെൻറ്റ് 0.01 എന്നും സെറ്റ് ചെയ്യുക. ഓക്കെ. അടുത്തതായിട്ട് 3 പോയിന്റുകൾ പ്ലോട്ട് ചെയ്യണം. പോയിന്റുകൾ എ ഈക്വൽ ടു ക്യാപിറ്റൽ എ ഈക്വൽ ടു A0 and capital B equal to A comma f of a, then capital C equal to 0 comma f of a. 3 പോയിന്റുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ആ 3 പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ടുള്ള സെഗ്മെൻറ്റ് കൂടെ എടുത്തു. ദെൻ ഈ സിയും ജോയിൻ ചെയ്തു, എയും ബിയും ജോയിൻ ചെയ്തു. ഓക്കെ. ദെൻ ഇൻപുട്ട് ബോക്സുകൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇൻപുട്ട് ബോക്സ് എടുത്തു. ഇൻപുട്ട് ബോക്സ് ആദ്യം ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ബോക്സ് ആണിത്. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ദെൻ അടുത്തതായിട്ട് വാല്യൂവിന് വേണ്ടിയിട്ട്, എയുടെ വാല്യൂവിന് വേണ്ടിയിട്ട് എ എന്ന് പേര് കൊടുത്തു. ലിങ്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റ് എ ഈക്വൽ ടു 1. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ലറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്ലറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് ആൻസർ ഷീറ്റിൽ എഴുതുക. എക്സ്റ്റേണൽ എക്സാമിനറെ ഇത് കാണിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2ൽ പറഞ്ഞിരിക്കുന്നത് യൂസിങ് ദ അബവ് അപ്ലറ്റ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് 4.6 ഓൾ സ്ക്വയർ. 4.6 ഓൾ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ തന്നെ എഡിറ്റ് ദ സ്ലൈഡർ എ ഈക്വൽ ടു 4.6 എന്ന് എഴുതുക. ആൻസർ ഷീറ്റിൽ 4.6 എൻ്റർ ചെയ്തു. ദെൻ 4.6 സ്ക്വയർ എന്ന് പറയുന്നത് ബി കോർഡിനേറ്റ് ഓഫ് വൈ കോർഡിനേറ്റ് ഓഫ് ബി ആണ്. വൈ കോർഡിനേറ്റ് ഓഫ് ബി എന്ന് ആൻസർ ഷീറ്റിൽ എഴുതുക. ദെൻ 21.6 ഈക്വൽ ടു ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ യൂസിങ് അബവ് അപ്ലറ്റ് ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ 5.7. മെത്തേഡ് എഴുതുക. എഡിറ്റ് ദ സ്ലൈഡർ എ ഈക്വൽ ടു 5.7 ആൻഡ് എഡിറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലൈഡറിൻ്റെ വാല്യൂ എഡിറ്റ് ചെയ്യുക. 5.7 എന്നാക്കുക. 5.7. ഓക്കെ. ഇത്രയും ആൻസർ ഷീറ്റിൽ എഴുതുക. ദെൻ വൈ കോർഡിനേറ്റ് ഓഫ് ബി ആയിരിക്കും അതിൻ്റെ വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.55. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 2⁻³ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. 2 രീതിയിൽ ഇതിൻ്റെ ആൻസർ ചെയ്യാം. 2⁻³ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. എഡിറ്റ് ദ സ്ലൈഡർ എഫ് ഓഫ് എക്സ് എഡിറ്റ് ദ സ്ലൈഡർ. ആദ്യം ഫംഗ്ഷൻ്റെ വാല്യൂ മാറ്റാം. ഫംഗ്ഷൻ 2⁻x എന്നാക്കാം. 2⁻x ഫംഗ്ഷൻ 2⁻x. ദെൻ 2⁻³ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 3.4 എന്ന് ചേഞ്ച് ചെയ്യാം. സോ 2⁻³ വൈ കോർഡിനേറ്റ് ഓഫ് ബി ആണ് 10.56 എന്ന് കിട്ടും. മറ്റൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ എഡിറ്റ് ചെയ്ത് ഫംഗ്ഷൻ x⁻³ എന്ന് ചേഞ്ച് ചെയ്യുക. ഫംഗ്ഷൻ 3.4 സ്ലൈഡർ വാല്യൂ 2 എന്നാക്കുക. ഇപ്പോൾ നമുക്ക് വൈ കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് 2⁻³ ആയിരിക്കും. ദാറ്റ് ഈസ് 10.56. ഈ 2 രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ 10 മാർക്കിൻ്റെ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അതിന് ആൻസർ നമുക്ക് ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.